2020 ലോകകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം മുൻ നിശ്ചയിച്ചതുപോലെ ഞായറാഴ്ച നടക്കും. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡുമായി നടത്തിയ ചർച്ച വിജയം കണ്ടെന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ അറിയിച്ചു. ലോകകപ്പിൽ നിന്ന് വിട്ടുനിന്ന ബംഗ്ലാദേശിനെതിരെയും നടപടി ഉണ്ടാകില്ല. അയൽവാശി തീർന്നു. ഇനി കൊളംബോയിലെ ക്ലാസിക് പോരാട്ടത്തിനായുള്ള കാത്തിരിപ്പ്. ഒരു 2020 മത്സരം പോലെ ഉദ്യോഗജനകമായ വിവാദ സംഭവങ്ങൾക്ക് സൂപ്പർ ക്ലൈമാക്സ്. ICC പ്രതിനിധികൾ ലാഹോറിലെത്തി നടത്തിയ മാരത്തൺ ചർച്ചകൾക്ക് പിന്നാലെയാണ് ഇന്ത്യക്കെതിരായ മത്സരത്തിലെ ബഹിഷ്കരണത്തിൽ നിന്നുള്ള പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ പിന്മാറ്റം. ത്രിരാഷ്ട്ര പരമ്പര വേണമെന്നതടക്കമുള്ള ഉപാധികൾക്ക് പച്ചക്കൊടിയില്ലെങ്കിലും ബംഗ്ലാദേശിനെതിരായ നടപടി ഒഴിവാക്കാമെന്ന ICC ഓഫറിന് പാകിസ്ഥാൻ സലാം ചൊല്ലി. ചർച്ചയ്ക്ക് പിന്നാലെ പാക് ആഭ്യന്തരമന്ത്രി കൂടിയായ ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷൻ മോഹ്സിൻ നഖ്വി പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ICCയുമായുള്ള ചർച്ചകളുടെയും ശ്രീലങ്ക അടക്കമുള്ള സുഹൃത്ത് രാജ്യങ്ങളുടെയും അഭ്യർത്ഥനകളുടെ പശ്ചാത്തലത്തിൽ പാക് ടീം കളത്തിലിറങ്ങുമെന്ന സർക്കാരിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും പിന്നാലെ എത്തി. ഇന്ത്യയിൽ കളിക്കണമെന്ന ICCയുടെ അന്ത്യശാസനം തള്ളിയതിന്റെ പേരിൽ ലോകകപ്പിൽ നിന്ന് പുറത്തായ ബംഗ്ലാദേശിനെതിരെ അച്ചടക്ക നടപടിയുണ്ടാകില്ല. 2028-നും 2031-നും ഇടയിലുള്ള ഏതെങ്കിലും ICC ടൂർണമെന്റിന്റെ വേദി ബംഗ്ലാദേശിന് അനുവദിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഞായറാഴ്ചയാണ് ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്ന ലോകകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. സമീപകാല സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പതിവിലും വീറും വാശിയുമേറും ഇത്തവണത്തെ പോരാട്ടത്തിന്. സ്പോർട്സ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.